മിഡിൽ ഈസ്റ്റിലെ ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങൾക്കിടയിൽ കനത്ത ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് വടക്കൻ ഇറാഖിലെ പ്രധാന സൈനിക താവളത്തിൽ 2 പാശ്ചാത്യ സൈനികർ കൊല്ലപ്പെട്ടു. ഇറാഖിലെ കുർദിഷ് മേഖലയിലുള്ള തന്ത്രപ്രധാനമായ അർബിൽ വ്യോമസേനാ താവളത്തിലാണ് ലോകത്തെ ഞെട്ടിച്ച ഈ ദുരന്തം അരങ്ങേറിയത്. അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡവും സംയുക്തമായി നടത്തിവന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക പരിശീലന പരിപാടികൾക്കിടയിലാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. US സേനയിലെ സർജന്റ് ഡെവിൻ എ സീബൽ, ലാൻഡ് കോർപ്പറൽ ജെയിംസ് സ്റ്റുവാർട്ട് ഫ്രീമാൻ എന്നിവരാണ് ഡ്യൂട്ടിക്കിടെ വീരമൃത്യു വരിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്കെതിരെയുള്ള അന്താരാഷ്ട്ര സഖ്യസേനയുടെ ദൗത്യങ്ങൾക്ക് കരുത്തു പകരുന്ന സംയുക്ത യുദ്ധാഭ്യാസത്തിൽ പങ്കെടുത്തു വരികയായിരുന്നു ഇരുവരും. മേഖലയിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഒരു സൈനിക താവളത്തിൽ വെച്ചുണ്ടായ ഈ ദാരുണമായ സംഭവം അന്താരാഷ്ട്ര സൈനിക വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പരിശീലനത്തിനിടെയുണ്ടായ സാങ്കേതിക തകരാറാണോ അതോ മറ്റെന്തെങ്കിലും ബാഹ്യ ഇടപെടലുകളാണോ ഈ മരണങ്ങൾക്ക് കാരണമായത് എന്നതിനെ കുറിച്ച് നിലവിൽ വ്യക്തത വന്നിട്ടില്ല. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും യുണൈറ്റഡ് കിങ്ഡവും സംയുക്തമായി വൻതോതിലുള്ള അന്വേഷണം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അർബിൽ വ്യോമസേനാ താവളം അന്താരാഷ്ട്ര സഖ്യസേനയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. ഐസിസ് ഭീകരരുടെ അവശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങളെ തകർക്കുന്നതിനും പ്രാദേശിക സൈന്യത്തിന് പരിശീലനം നൽകുന്നതിനും വർഷങ്ങളായി ഈ താവളം ഉപയോഗിച്ചു വരുന്നുണ്ട്. അത്തരമൊരു കേന്ദ്രത്തിൽ വെച്ച് അനുഭവ സമ്പന്നരായ 2 സൈനികർ കൊല്ലപ്പെട്ടത് പാശ്ചാത്യ സഖ്യസേനയ്ക്ക് നികത്താനാകാത്ത വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട സൈനികർ 2 പേരും തങ്ങളുടെ സേനാ വിഭാഗങ്ങളിൽ മികച്ച റെക്കോർഡുള്ളവരും നിരവധി നിർണായക ദൗത്യങ്ങളിൽ പങ്കാളികളായവരുമാണെന്ന് സൈനിക വക്താക്കൾ ഓർമ്മിപ്പിച്ചു. സർജന്റ് ഡെവിൻ എ സിബലിന്റെയും ലാൻസ് കോർപ്പറൽ ജെയിംസ് സ്റ്റുവാർട്ട് ഫ്രീമാന്റെയും അപ്രതീക്ഷിത വിയോഗം അവരുടെ സഹപ്രവർത്തകരെ കടുത്ത ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറാഖിൽ നിന്ന് തങ്ങളുടെ സൈനിക സാന്നിധ്യം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുന്ന ഒരു നയം കുറച്ചു കാലമായി അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചു വരുന്നുണ്ട്. എന്നാൽ ഈ വലിയ തോതിലുള്ള സൈനിക പിന്മാറ്റങ്ങൾക്കിടയിലും ഇറാഖിലെ കുർദിഷ് സ്വയംഭരണ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമായി നിലനിർത്താൻ US എപ്പോഴും താല്പര്യം കാണിച്ചിരുന്നു. മേഖലയിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെ നിരീക്ഷിക്കാനും ISISന്റെ പുനരുജ്ജീവനത്തെ തടയാനും കുർദിഷ് മേഖലയിലെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്ന് പെന്റഗൺ കരുതുന്നുണ്ട്. ഈ തന്ത്രപ്രധാനമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ദുരന്തം വലിയ സൈനിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. സൈനികരുടെ മരണം ഇറാഖിലെ അമേരിക്കൻ സാന്നിധ്യത്തെ കുറിച്ചുള്ള ആഭ്യന്തര രാഷ്ട്രീയ ചർച്ചകൾ വീണ്ടും സജീവമാക്കാൻ ഇടയാക്കും. വിദേശ മണ്ണിൽ തങ്ങളുടെ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഇത്തരം ദൗത്യങ്ങൾ തുടരണമോ എന്ന ചോദ്യം US കോൺഗ്രസിൽ ഒരു വിഭാഗം ജനപ്രതിനിധികൾ വീണ്ടും ഉയർത്താൻ സാധ്യതയുണ്ട്. അപകടത്തെക്കുറിച്ച് പെന്റഗണും UK പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി രൂപീകരിച്ച പ്രത്യേക ഉന്നതതല അന്വേഷണ സംഘം അർബിൽ ബേസിൽ തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പരിശീലനത്തിന് ഉപയോഗിച്ച അത്യാധുനിക ആയുധങ്ങളുടെ തകരാറാണോ അതോ വെടിക്കോപ്പുകൾ കൈകാര്യം ചെയ്തതിലുണ്ടായ പാകപ്പിഴയാണോ എന്ന് കണ്ടെത്താനാണ് മുൻഗണന നൽകുന്നത്. മിഡിൽ ഈസ്റ്റിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിലനിൽക്കുന്ന കടുത്ത പ്രാദേശിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സംഭവത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്ന കാര്യവും അന്വേഷണ ഏജൻസികൾ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. മേഖലയിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾ നിരന്തരം പാശ്ചാത്യ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടാറുള്ളതിനാൽ സുരക്ഷാ വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നും സൈന്യം വളരെ ഗൗരവത്തോടെയാണ് പരിശോധിക്കുന്നത്. അർബിലുണ്ടായ ഈ ദുരന്തം ISIS ഭീകരർക്കെതിരെ നടത്തുന്ന വലിയ സൈനിക നീക്കങ്ങളെ ഒട്ടും ബാധിക്കില്ലെന്നാണ് അന്താരാഷ്ട്ര സഖ്യസേന വ്യക്തമാക്കിയിട്ടുള്ളത്. ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നത് വരെ ഇറാഖി സൈന്യത്തിനും കുർദിഷ് പെഷ്മർഗ വിഭാഗത്തിനും നൽകി വരുന്ന പിന്തുണ തുടരുക തന്നെ ചെയ്യും. UK ഭരണകൂടവും ലാൻസ് കോർപ്പറൽ ജെയിംസ് സ്റ്റുവാർട്ട് ഫ്രീമാന്റെ മരണത്തിൽ കടുത്ത അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ വക്താക്കൾ വ്യക്തമാക്കി. അമേരിക്കൻ സൈന്യത്തോടൊപ്പം ചേർന്ന് ഈ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ബ്രിട്ടൻ എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും അന്വേഷണ സംഘത്തിന് നൽകുന്നുണ്ട്. വാഷിംഗ്ടണിലെയും ലണ്ടനിലെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഈ സംഭവം കനത്ത പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്.
വരും ദിവസങ്ങളിൽ പെന്റഗൺ ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടി വരും. ഇറാഖിലെ കുർദിഷ് പ്രാദേശിക സർക്കാരും സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശീലനത്തിനിടെ ഉണ്ടാകുന്ന ഇത്തരം മരണങ്ങൾ യുദ്ധമുഖത്തുണ്ടാകുന്ന മരണങ്ങളെക്കാൾ വലിയ രീതിയിൽ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സൈനികരുടെ മനോവീര്യം നിലനിർത്തുന്നതിനുള്ള പ്രത്യേക നടപടികളും അർബിൽ വ്യോമതാവളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവം വെറുമൊരു സാധാരണ അപകടം എന്നതിനപ്പുറം മിഡിൽ ഈസ്റ്റിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക തന്ത്രങ്ങളെ പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാക്കുന്ന ഒന്നാണ്. വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന സംയുക്ത അന്വേഷണ റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കും ഇറാഖിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭാവി നീക്കങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ സൈനിക രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ഈ ദുരന്തം പുതിയൊരു നിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് എന്നതിൽ സംശയമില്ല.